ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും സിനിമാ മേഖലയെ ഒന്നാകെ പിടിച്ചുകുലുക്കവേ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കാത്ത മന്ത്രിയും നടനുമായ കെ.ബി. ഗണേഷ് കുമാർ. വിഷയത്തെപ്പറ്റി താൻ അഭിപ്രായം പറയാനില്ല എന്നാണ് ഗണേഷ് വ്യക്തമാക്കുന്നത്. 23 വർഷമായി മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും ഇനിയെങ്കിലും വെറുതെ വിടണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സാംസ്കാരിക മന്ത്രിയാണ് ഇതിൽ അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം വിവരങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ 23 വർഷമായി മാധ്യമങ്ങൾ വേട്ടയാടുകയാണ്. എന്നെ വിട്ടേക്കൂ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് ഗണേഷ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നിൽ ഔഷധമൂല്യമില്ല. എന്നെ ഉപദ്രവിക്കരുത്. ഇനിയും എന്റെ പുറകെ നടക്കരുത്. ഞാൻ ഇതേപ്പറ്റി അഭിപ്രായം പറയാനില്ല. നല്ലതും പറയില്ല, ചീത്തയും പറയില്ല. അത് ശരിയല്ല. ഇക്കാര്യത്തിൽ ഇനി ചോദ്യങ്ങൾ വേണ്ട എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. നേരത്തെയും വിഷയത്തിൽ കൂടുതലായി പ്രതികരിക്കാൻ ഗണേഷ് കൂട്ടാക്കിയിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഗതാഗത വകുപ്പിന് എന്താണ് വിഷയത്തിൽ കാര്യമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. തന്നോടിതിൽ ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നടപടിയെടുത്തേനെയെന്നും ഗണേഷ് ചൂണ്ടിക്കാട്ടി. അങ്ങനെ പ്രതികരിച്ചതിന്റെ ഫലമാണ് തനിക്കിന്ന് സിനിമകൾ ഇല്ലാത്തതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നടന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്നിവർ രാജിവെച്ചിരുന്നു. ഇരുവർക്കുമെതിരെ ലൈംഗിക പീഡന പരാതി ഉൾപ്പെടെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു തീരുമാനം. ഇതിന് പിന്നാലെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രാഥമിക അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനം. ഇതിനായി ഉന്നത പോലീസ് സംഘത്തെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളാകും ആദ്യഘട്ടത്തിൽ സംഘം പരിശോധിക്കുക. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴിയെടുക്കാനും പരാതിയുണ്ടെങ്കിൽ കേസെടുക്കാനുമാണ് തീരുമാനം.